പുതിയ വാർത്തയിലേക്ക് സ്വാഗതം. ചതിയംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഊരായ്മ സംഘടനയിലെ തോന്നിവാസങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാൻ സർക്കാർ ഏർപ്പെടുത്തിയ റിട്ടയർ വൈദികൻ ഹേമന്ത് നമ്പൂതിരിയുടെ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് അത്യന്തം ഞെട്ടിക്കുന്നതാണ്. പല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീഴാൻ പോകുന്നു. സർക്കാരും പ്രതിപക്ഷവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഊരായ്മ സംഘടന പത്രസമ്മേളനം നടത്തും. നമുക്ക് അതിലേക്ക് പോകാം. ഋത്തിക് സാർ, ഈ റിപ്പോർട്ടിൽ പറയുന്ന ക്രിമിനലുകൾ ആരൊക്കെയാണ്? നിങ്ങൾ വായിച്ച ഭാഗം മാത്രമേ ഞങ്ങളും കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ അറിവില് ആരും ക്രിമിനലുകളായിട്ടില്ല. പുറത്ത് മുഴുവൻ വരട്ടെ, നമുക്ക് നോക്കാം. എന്തേ വിജിമോൾ മാഡം, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോക്കൂ, ഞാനും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷെ എനിക്ക് ഇതുവരെ യാതൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ പിന്നെ ആരാണ് ഇതിന്റെ പിന്നിൽ? ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ മേഖലയിലും ഉള്ളതല്ലേ. ഇത് ഇന്നും ഇന്നലെയായിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾക്കും എന്തുമാകാമെന്നാണോ? ഒരു കാര്യം നിങ്ങളോടായിട്ട് ഞാൻ വ്യക്തമാക്കുക, കുറ്റം ചെയ്തവരുടെ അഗൻസ്റ്റ് നടപടി ഉണ്ടാവും, അതിൽ സംശയിക്കണ്ട. എന്താ ദയവ് ചെയ്ത് നിങ്ങളിപ്പോ ഒന്ന് പോവുക. ഞങ്ങൾ അടിയന്തരമായിട്ടൊരു യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിർത്തൂ, ഞങ്ങളൊരു അടിയന്തര യോഗം കൂടാണെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് ഇപ്പൊ പോകും. പ്ലീസ്, നിങ്ങളോടല്ലേ പറഞ്ഞ ഒന്ന് ഇപ്പോ തൽക്കാലം ഒന്ന് പോവൂ. ഞങ്ങൾ ഈ യോഗം അടിയന്തര യോഗം കഴിഞ്ഞിട്ട് നിങ്ങളോട് വിളിക്കാം. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പോവൂ. നിങ്ങളോടിപ്പോ പോവാനല്ല, പ്ലീസ് ഇപ്പൊ പോവൂ. ഞങ്ങൾ നിങ്ങളെ വിളിക്കാം. പ്ലീസ് നിങ്ങൾ തൽക്കാലം ഒന്ന് പോവൂ. നമ്മുടെ പേര് വന്നിട്ടുണ്ടോ? ഇല്ല. ആരും പറഞ്ഞില്ലേ? ഇവിടെ ഇനിയിപ്പോ ആരുടെയൊക്കെ പേരൊക്കെ പുറത്തു വരാന്ന് പറയാൻ പേടിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. തൽക്കാലം നിങ്ങളൊന്ന് പോവൂ. നമസ്കാരം, ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. അത്യന്തം ഞെട്ടിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ 2 ദിവസമായി വന്നുകൊണ്ടിരിക്കുന്നത്. ചതിയംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പൂജാരി, ക്ഷേത്രഭാരവാഹി ഋത്വികിനെ കുറിച്ചും അതേ ക്ഷേത്രത്തിലെ കഴകക്കാരി സതീദേവി, മറ്റൊരു ഭാരവാഹിയായ അഭിജിത്തിനെ കുറിച്ചും ഗുരുതരമായ തുറന്ന പരസ്യങ്ങൾ നടത്തിയിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് അവർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ക്ഷേത്രം ശാന്തി നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. നമസ്കാരം തിരുമേനി. തിരുമേനി, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്, അല്ലേ? വിശദമാക്കാമോ? അതിന് കൂട്ടും കുറ്റവാളിയാ. എങ്ങനെ? അതിപ്പോ എന്താ വെച്ചോ, ഈ അമ്പലത്തിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്തേലും കഴിച്ചിട്ട് കണ്ണ വന്നിരുന്നോ അങ്ങനെ ഉറക്കം പിടിച്ചിട്ടുണ്ടാകും. ശരിയാ, ഇയാള് വന്നിട്ട് വാതിലിങ്ങനെ മുട്ടി എനിക്കവിടെ അങ്ങനെ മുട്ടിയിട്ട് ഇങ്ങനെ ഒരു ശല്യം ചെയ്യാറ്. എന്നിട്ട് നടയൊക്കെ അടച്ച് പൂജ തുടങ്ങിയാലേ മണിയൊക്കെ കിട്ടണേ, ഇയാള് ആ കൊട്ടമണി ഇങ്ങനെ എണ്ണ അടിച്ചിട്ട് ഇങ്ങനെ ശല്യം ഉണ്ടാകും. അടച്ച സമയത്തോ? പിന്നെ ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ഇയാള് അടുത്ത് വന്നിട്ട് ആ കതിരെ പൊട്ടിക്കുക. വളരെ ഗുരുതരമായ കുറ്റം തന്നെ. ഇങ്ങനെ ശല്യം ചെയ്ത് പൊട്ടിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയണോ? തുറന്നു പറയൂ തിരുമേനി, ആരെയാണ് ഭയക്കുന്നത്? കാലിടാൻ പോയാലേ ഇയാള് പിന്നിൽ വന്നിട്ട് ഇങ്ങനെ തൊടുങ്ങനെ പേടിപ്പിക്കും. ആര്, തിരുമേനിയോ? ആട്ടെ, ഇതെല്ലാം നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണോ? 37 കൊല്ലമായിട്ട് ഉള്ളത് കഴിഞ്ഞിട്ടേ ഞാനൊരു പാവ ഓടല്ലെങ്കിൽ അയാളിങ്ങനെ പറ്റിക്കണം. തിരുമേനി സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാവും. നമസ്കാരം, വളരെ നന്ദി തിരുമേനി. നമസ്കാരം. നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ അസ്ഥി വരെ മരവിച്ചു പോകുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ കഴകക്കാരി സതീദേവി നമ്മളൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. നമസ്കാരം മാഡം. നമസ്കാരം മാഡം. കഴിഞ്ഞ ദിവസം ഈ ഭാരവാഹി അഭിജിത്തിനെ കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് എന്തെല്ലാമാണെന്ന് ആവർത്തിക്കാമോ? സാറേ, ഇത് എനിക്ക് ആവർത്തിക്കാൻ തന്നെ പേടിയാണ്. എനിക്ക് പലതരം ഭീഷണികൾ ഇപ്പൊ തന്നെ വരുന്നുണ്ട്. മാഡം ഭയക്കണ്ട, ഇവിടെ നിയമവും കോടതിയും ഉണ്ട്. ധൈര്യമായി പറയും.
സാറേ ഈ അഭിജിത്ത് എന്ന് പറയുന്ന ആളുണ്ടല്ലോ എനിക്ക് പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട്. എങ്ങനെ? ഇനി തുറന്നു പറഞ്ഞു. ഞാൻ ഈ പൂവ് നന്നാക്കിയിരിക്കുന്ന സ്ഥലത്തെ ചെളിവെള്ളം ഒഴിച്ചു വെക്കും. ഓഹോ. നന്നാക്കിയ പൂവ് എടുത്തിട്ട് കാട്ടില് കളയും. ഓ. ശമ്പളം കൃത്യമായിട്ട് തരില്ല. ഇതെല്ലാം ചെയ്യുന്നത് ഈ അഭിജിത്താണോ? അതെ. ഇനി അഥവാ ഞാൻ പരാതി പറഞ്ഞാലോ എന്നെ ഒഴിവാക്കുന്നുള്ള ഭീഷണി. മാഡം ഭയക്കണ്ട, ഇവിടെ നിയമവും കോടതിയും ഉണ്ട്, ധൈര്യമായി പറയും. ഞാനൊരു പെണ്ണായതുകൊണ്ട് എല്ലാം സഹിച്ചു. ശരി, വളരെ നന്ദി സതീദേവി മാഡം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തരിവള ആവേശ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തരിവള ആവേശ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്തിനു പറയാൻ, ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത തന്നെയൊക്കെ വേണം പറയാൻ. അതെന്താണ്? ഇതെല്ലാം കളിപ്പീരല്ലേ, ഇവനൊക്കെ എന്തൊരു കഴപ്പാണ്. ഞാനൊന്ന് കേക്കട്ടെ, ഈ 37 കൊല്ലം ഇവന്റെയൊക്കെ വായിൽ പഴമായിരുന്നു. പിന്നെ ഏവളുടെ സ്വഭാവം എനിക്ക് നേരത്തെ അറിയാം. ഞാൻ 40 കൊല്ലമായി ഈ മേഖലയിലുള്ള ആളാ. എന്താണ് ഈ മേഖലയിൽ താങ്കളുടെ പ്രവൃത്തി? ഓ, ഇത് തന്നെയോ? ഇങ്ങോട്ട് പറഞ്ഞാ അങ്ങോട്ടും പറയും. ഓ ശരി ശ്രീ, വളരെ നന്ദി ശ്രീ തരിവള ആവേശ്. ആ തിരുമേനി, ഇന്നലെ ടിവിയിലെ പരിപാടി കണ്ടുട്ടോ, അസലായിട്ടുണ്ട്. ആ ടിവിക്കാരൻ നമ്പറേ ഒന്ന് അയച്ചു തരണം കേട്ടോ. ആ ആ ആ ഇന്നെ ഇപ്പൊ തന്നെ വേണം, എനിക്കൊന്ന് പറയണേ. ആ അയാളുടെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? ശരി ശരി ശരി. ആരുടെ? ആ ആ അയാളുടെ പേര്. ശരി 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 ശരി. ആ പറയാം. ഓക്കെ. നമസ്കാരം, ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ചതിയംകുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ ഊരായ്മ സംഘടനയിലെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുന്നു, നന്മമരങ്ങൾ മറഞ്ഞു വീഴുന്നു. ക്ഷേത്ര ജീവനക്കാരൻ അഖിലേഷ് മാരാർ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം സുധീഷിനെ കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. നമസ്കാരം ശ്രീ അഖിലേഷ് മാരാർ. നമസ്കാരം. താങ്കൾ ഇന്ന് രാവിലെ വളരെ ഗൗരവമായ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതും ഊരായ്മ സംഘടനയിലെ നന്മമരമായ വിഗ്രഹമായ ശ്രീ സുധീഷിനെ കുറിച്ചാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അയാള് നന്മമരമല്ല, വിഗ്രഹമല്ല. സാറിന് അറിയോ അയാൾ ചെയ്തിട്ടുള്ള പാതകങ്ങള്? ഈ സംഘടനയിൽ ചേരാനേ എനിക്ക് അർഹത ഉള്ളതാ. ഈ സുധീഷ് എന്നോട് 2 ലക്ഷം രൂപ ചോദിച്ചു. 2 ലക്ഷം രൂപയോ? ആ, ഈ സംഘടനയിൽ ചേരാൻ. ഈ സുധീഷ്, ഈ നന്മമരം, അദ്ദേഹം നന്മയുമില്ല വിഗ്രഹവുമല്ല. ഞാൻ നിവൃത്തിയില്ലാതെ 1 ലക്ഷം രൂപ കൊടുത്തു. ആ പൈസ ഇപ്പൊ തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ. കാരണം എന്നെ അത് ചേർത്തില്ല, സംഘടന ചേർന്നിട്ടില്ല. ആ പൈസ വാങ്ങൽ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ശ്രീ അഭിജിത്തും ശ്രീ ഋത്വിക്കൊക്കെ അവരൊക്കെ മൗനം പാലിച്ചിരിക്കുകയാണ് സാർ. ഇവരൊക്കെ ഒരു കൂട്ടാണ്. എല്ലാവരും ഒരേ കൂട്ട്. വഞ്ചിക്കാനെതിരെല്ലാവരും ഒരു കൂട്ടാ. അപ്പൊ താങ്കൾ പോലീസിൽ പരാതി കൊടുത്തില്ലേ? ഞാൻ പരാതി കൊടുക്കില്ല സാറേ. അത് ശരി. എനിക്ക് പേടിയാ അവര് ഭയങ്കര ഭീഷണിയാണ്. ഇവര് ശ്രീ അഖിലേഷ് മാർ അത്ര ഒട്ടും ഭയക്കണ്ട. കാരണം ഈ റിപ്പോർട്ട് മുഴുവനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിയമവും കോടതിയും ഉണ്ട്. താങ്കൾ ഒട്ടും ഭയക്കണ്ട. ശ്രീ വളരെ നന്ദി ശ്രീ അഖിലേഷ് മാർ. പ്രേക്ഷകരെ, നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചതിയംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഊരായ്മ സംഘടനയിൽ ഒരാൾ പോലും നന്മയില്ലെന്നാണ് ശ്രീ അഖിലേഷ് മാരാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഊരായ്മ സംഘടന പത്രസമ്മേളനം, നമുക്ക് അതിലേക്ക് പോകാം. ആ ചോദിക്ക്. അഭിജിത്ത് സാർ, രാജിയിലൂടെ നിങ്ങൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണോ? രാജി മാതൃകാപരമല്ലേ? നിങ്ങൾ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചു കൊണ്ടുവരുന്നത്? ഞങ്ങൾ നിരപരാധികളാണ്. നിരപരാധി വെച്ച രാജി എന്തിനാ? ആരോപണ വിധേയരായാൽ രാജിവെച്ചിരിക്കണം. അതെ, ഇതെല്ലാം കാലം തെളിയിക്കും. അതാണ് ശരി. സാർ, എങ്കിൽ പിന്നെ സംഘടന തന്നെ തുടരണ്ടേ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആരോപണം വന്നാൽ രാജിയാണ് ഏറ്റവും നല്ല വഴി. നിങ്ങൾ ഈ പത്രക്കാരുടെ മുമ്പൊന്നും ഞങ്ങളോട് എടുക്കണ്ട കേട്ടോ. സാറ് പറയുന്നത് ആരോപണം വന്നാൽ രാജിവെക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയൊക്കെ എത്ര നാൾ രാജിവെക്കണം? കടന്നു പോലാണ്. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. ഞങ്ങൾ തീരുമാനിക്കും എന്താ വേണ്ടത്. കടന്നു പോകണം. You shut up.
ഈ ജാതികൾ വരുന്നത് ഇനിയിപ്പോ എന്താ ചെയ്യാ? കുട്ടി ഒരു പേടിയും പേടിക്കണ്ട. ഇതിലും വലിയ സുനാമി, പ്രളയം, വയനാട് ഉരുൾപൊട്ടലും വന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഇതിനൊക്കെ ഒരു വഴി നമുക്ക് കണ്ടെത്താം. ഒരു പേടിയും പേടിക്കണ്ട. നമ്മുടെ പേടിയും വന്നില്ലേ? നടന്നു പോടോ എന്താ അവിടെ? ഇവിടെ മൂലക്കറി പൊട്ടിക്കും വേണ്ട, മഴക്കാരെങ്കിലും കൊണ്ടില്ലേ? ആ വലിയിരിക്കും, ഉണ്ടാവുകയും എന്താക്കെയാണ്. എന്റെ പേരും വരേക്കും.